കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ ഒരു ബീച്ചിൽ വെച്ച് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരുപാട് ക്രീച്ചേഴ്സിനെ നാട്ടുകാർ കണ്ടു. ഇത് വളരെ അൺയൂഷ്വൽ ആവാൻ കാരണം ഇത് ഡീപ് സീ ക്രീച്ചേഴ്സ് ആയതുകൊണ്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, വെള്ളത്തിന്റെ ആഴം കൂടുന്നതനുസരിച്ച് അവിടുത്തെ പ്രഷർ ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ആവും. അതായത് അറ്റ്മോസ്ഫിയറിന്റെ 100 ഇരട്ടി പ്രഷറാണ് വെള്ളത്തിന്റെ അടിയിൽ 1 കിലോമീറ്റർ ഡെപ്തിലുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ടൈറ്റൻ എന്ന് പറയുന്ന ഒരു സബ്മറൈന്റെ ഇംപ്ലോഷൻ. പക്ഷെ നേച്ചറിന്റെ ഒരു ബ്യൂട്ടി എന്താ വെച്ചാൽ അഡാപ്റ്റേഷൻ തന്നെയാണ്. ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ പോലും നമുക്ക് പല രീതിയിലുള്ള ലൈഫ് ഫോംസിനെ കാണാൻ കഴിയും. അതും ഇപ്പോൾ ഓഷ്യൻ ടൈറ്റന്റെ ആ ഒരു സിറ്റുവേഷനിൽ അത് ജസ്റ്റ് 3800 മീറ്റർ മാത്രമാണ് താഴ്ത്തേക്ക് പോയിട്ടുള്ളൂ. അത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മരിയാന ട്രെഞ്ച് ആണ്. അതായത് ഏകദേശം 11 കിലോമീറ്റർ ഡെപ്തിലാണ് അതുള്ളത്. ഇത്തരം ഡെപ്തുകളിലെല്ലാം നമുക്ക് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ലൈഫ് ഫോംസിനെ കാണാൻ പറ്റും. ഈ ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷർ മാത്രമല്ല കൂടുന്നത്, അവിടെ വിസിബിലിറ്റിയും കുറയും. അതായത് സൂര്യപ്രകാശം ഇത്രയും ഡെപ്തിൽ എത്താത്തത് കൊണ്ട് തന്നെ അവിടെ ഒന്നും തന്നെ കാണാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി പിച്ച് ബ്ലാക്ക് ആയിരിക്കും. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്താ വെച്ചാൽ അവിടെ യാതൊരു രീതിയിലുള്ള ന്യൂട്രീഷൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതായത് ഭക്ഷണമോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ സ്കേഴ്സ് ആയിരിക്കും. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള എൻവയോൺമെന്റിൽ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സർഫസിൽ കണ്ടുവരുന്ന ജീവജാലങ്ങളെ പോലെ ഭംഗിയൊന്നും ഉണ്ടാവില്ല, വളരെ വിയേർഡ് ആയിട്ടുള്ള, അതായത് ആ ഒരു എൻവയോൺമെന്റിനോട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആനിമൽസിന്റെ ഫീച്ചേഴ്സ് വളരെ ഡിസ്റ്റിങ്ക്ട് ആയിരിക്കും. അതായത് ഇവിടെ ഒട്ടും തന്നെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കണ്ണുകളുടെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഒരു 90% ജീവജാലങ്ങൾക്ക് ഇവിടെ കണ്ണ് കണ്ടുവരുന്നില്ല. ഇവിടെ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലൈറ്റിന്റെ ഒരു സെറ്റപ്പ് നേച്ചർ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫീച്ചറിനെ നമ്മൾ ബയോ ലൂമിനസൻസ് എന്നൊക്കെയാണ് പറയുന്നത്. അത് നിങ്ങൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു മീനിന്റെ മുമ്പിൽ ഇതേപോലത്തെ ഒരു സംഭവം നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു പാർട്ട് പ്രകാശിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളെല്ലാം ഇതിനോട് അട്രാക്റ്റഡ് ആവുകയും അങ്ങനെ ഈ ക്രീച്ചർ അട്രാക്റ്റഡ് ആവുന്ന ആ ഒരു ജീവജാലങ്ങളെല്ലാം കൺസ്യൂം ചെയ്തിട്ടാണ് ശരിക്കും ജീവിക്കുന്നത്. അതായത് ഒരു തരത്തിലുള്ള ബാറ്റിലാണ് ശരിക്കും അവിടെ നടക്കുന്നത്. വെള്ളത്തിന്റെ ഇത്രയും ആഴത്തിൽ പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഈ മീനുകളുടെ ഈ ജീവജാലങ്ങളുടെ എല്ലാം ശരീരത്തിന്റെ കട്ടി വളരെ കൂടുതലായിരിക്കും. അതിനർത്ഥം വേറൊന്നല്ല, ഈ ജീവജാലങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള വെള്ളത്തിന്റെ ഡെപ്തിൽ ജീവിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ പുഴകളിലോ കടലിനോ ഒരു ഷാലോ ഡെപ്തിലൊന്നും ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അത് നേരെ തിരിച്ചായാലും അങ്ങനെ തന്നെയാണ്. ഷാലോ ഡെപ്തിൽ ജീവിക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾക്ക് ഈ പറഞ്ഞ ഡീപ് സീയിലേക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ കഴിയില്ല. കാരണം അവിടുത്തെ പ്രഷർ ഡിഫറൻസ് ഒക്കെ കാരണമാണ്. അപ്പോൾ കാലിഫോർണിയയിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത്തരം ഡീപ് സീ ക്രീച്ചേഴ്സ് ബീച്ചിൽ വന്ന് അടിഞ്ഞു. അതാണ് ഒരുപാട് ആൾക്കാർ കണ്ടത്, സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തത്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ചോദ്യം എന്താ വെച്ചാൽ ഈ മീനുകൾ എന്തിനാണ് സർഫസിലേക്ക് വന്നത്? അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ലോകത്ത് ഇതേപോലത്തെ ഇവന്റ്സ് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കി നോക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2011 ജപ്പാനിൽ വെച്ചിട്ടും ഇതേപോലെ വളരെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജപ്പാനിന്റെ കടൽ തീരങ്ങളിൽ ഇതേപോലെ ഒരുപാട് ഓർ ഫിഷുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ അന്ന് ഇത് ആരും വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. ഇത് ജസ്റ്റ് ഒരു ഡീപ് സീ ക്രീച്ചർ ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പഠനവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളൂ. പക്ഷെ ഒരു 2 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു ദുരന്തം അവിടെ സംഭവിച്ചത്. നമ്മൾ റെക്കോർഡ് ചെയ്തതിൽ വെച്ച് 4ാമത്തെ സ്ട്രോങ്സ്റ്റ് ഭൂമികുലുക്കമാണ് ശരിക്കും അന്ന് ജപ്പാനിൽ സംഭവിച്ചത്. റിച്ചർ സ്കെയിലത്തെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 9.4 ആയിരുന്നു. അപ്പൊ അത്രയ്ക്ക് ഇന്റൻസ് ആയിട്ടുള്ള ഒരു വേർക്യൂക്കാണ് ശരിക്കും അന്ന് സംഭവിച്ചത്. ഈ ഭൂമികുലുക്കത്തിന്റെ ഇന്റൻസിറ്റി എന്തുകൊണ്ടെന്ന് അറിയോ? നമ്മുടെ ഭൂമിയുടെ ആക്സിസ് ഇല്ലേ, അത് 25 സെന്റിമീറ്റർ ടിൽറ്റ് ചെയ്തു. അതിനോടൊപ്പം ജപ്പാൻ മൊത്തത്തിൽ ഈസ്റ്റ് വേർഡിലേക്ക് 4 മീറ്ററോളം മുന്നോട്ട് പോയി. ഈ ഒരു ഭൂമികുലുക്കത്തിന്റെ ആഫ്റ്റർമാത്ത് ആയിട്ട് 40 മീറ്ററോളം ഉയരത്തിലുള്ള സുനാമി അടക്കം അവിടെ സംഭവിച്ചു. ഏകദേശം 1,20,000 ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം അവിടെ നശിച്ചു. ഇവിടുത്തെ സുനാമി വളരെയധികം ഇന്റൻസ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള വെള്ളം തൊട്ടടുത്തുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റിലേക്ക് പോയി. അതിന്റെ ആഫ്റ്റർമാത്ത് ആയിട്ട് അവിടെയുള്ള കറണ്ടൊക്കെ കട്ടാവുകയും 3 റിയാക്ടർ ബ്രേക്ക് ഡൗൺ ആയി. അതിനോടൊപ്പം മാസീവ് ആയിട്ടുള്ള റേഡിയേഷൻ ലീക്ക് ഉണ്ടാവുകയും ഏകദേശം 1.5 ലക്ഷം ആൾക്കാരെ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടുത്തെ മൊത്തത്തിലുള്ള ഡാമേജസിന്റെ കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം $230 ബില്യൺ ആ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ശരിക്കും അത്. ജപ്പാനിലത്തെ ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഓർ ഫിഷ് എന്ന് പറയുന്ന ഈ ഒരു മീൻ, അതിന്റെ വേറൊരു പേരാണ് ഡൂംസ് ഡേ ഫിഷ്. അതിന്റെ അർത്ഥം വേറൊന്നല്ല, എന്തെങ്കിലും ഒരു നാശനഷ്ടം സംഭവിക്കാൻ പോകുന്നതിന്റെ ആ ഒരു സിമ്പിൾ ആയിട്ടാണ് ശരിക്കും ഈ ഒരു മീനെ അവരെ കാണുന്നത്. ഇതിന്റെ അത്രയില്ലെങ്കിലും 2017 ഫിലിപ്പീൻസിൽ വെച്ചിട്ട് ഇതേപോലെ ഒരുപാട് മീനുകൾ ഇങ്ങനെ ഷോറിൽ അടിയുകയും അതിന് പിന്നാലെ 7.9 മാഗ്നിറ്റ്യൂഡിൽ ഒരു എർത്ത് ക്യൂക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു മീനുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് എർത്ത് ക്യൂക്ക് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരൊറ്റ സ്പീഷീസ് മീനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ജയന്റ് സ്ക്വിഡ് ആയിക്കോട്ടെ, ആംഗ്ലർ ഫിഷ് ആയിക്കോട്ടെ, ഗോബ്ലിൻ ഷാർക്ക് ആയിക്കോട്ടെ, അങ്ങനെ പല പല വെറൈറ്റി സ്പീഷീസും ഈ പറഞ്ഞ ഷാലോ വാട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ചിലപ്പോൾ ഡീപ് സീ എർത്ത് ക്വീക്ക് ആയിരിക്കാം. പക്ഷെ ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു പോയിന്റിന് എന്തെങ്കിലും സയന്റിഫിക് തെളിവുണ്ടോ? നമുക്കൊന്ന് നോക്കാം.
ഒരു സ്റ്റഡി എന്താണ് പറയുന്നത് വെച്ചാൽ ഇത്തരത്തിലുള്ള മീനുകളെല്ലാം ഭൂമിയുടെ സർഫസിനോട് ചേർന്നിട്ടാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു ഭൂകമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ സർഫസ് ക്രാക്ക് ആവുകയും അതിന്റെ അകത്തുനിന്ന് ഒരുപാട് ഗ്യാസസ് പുറത്തേക്ക് തന്നെ വരും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ മീനുകൾക്ക് ജീവിക്കേണ്ട ഒരു നാച്ചുറൽ ഹാബിറ്ററ്റ് അവിടെ ഡിസ്റ്റർബ് ആവുകയും ആ ഒരു സിറ്റുവേഷൻ അവിടെ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ മീനുകൾ സർഫസിലേക്ക് പൊങ്ങി വരുന്നത്. ഇത്തരം ക്രീച്ചേഴ്സിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ അത് അതിന്റെ ആ ഒരു ലൊക്കാലിറ്റി ആയിട്ട് വളരെയധികം സെൻസിറ്റീവ് ആണ്. അതായത് എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും ഓടി അതിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്ററ്റിലേക്ക് പോയി നിൽക്കാൻ നോക്കും. പിന്നെ ഈ ക്രീച്ചേഴ്സിന്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ ഇതിന് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസസ് നമ്മുടെ ഭൂമിയിൽ ജനറേറ്റ് ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള പൾസസ് എല്ലാം ഈ മീനുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയും അതുകൊണ്ടായിരിക്കാം ഇത് ഒരു ദൂരം മാറി സേഫ് സോണിലേക്ക് പോകുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. എല്ലാ തിയറികൾക്ക് എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു തിയറിയുടെ പേര് എർത്ത് ക്വിക്ക് ഫിഷ് തിയറി എന്നാണ്. ഇത്തരത്തിലുള്ള തിയറിയൊക്കെ വൈഡ് സ്പ്രെഡ് ആയിട്ട് പോയി തുടങ്ങിയ പിന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇത് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് സ്റ്റഡീസിലൂടെ സയന്റിസ്റ്റുമാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള മീനുകൾക്ക് ഇത്തരം ഡീപ് സീ ക്രീച്ചേഴ്സിനൊന്നും ഇത്തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് പൾസസ് ഒന്നും ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവില്ല എന്നാണ് അവർ കണ്ടുപിടിച്ചേക്കുന്നത്. അതിനെ ബാക്ക് ചെയ്യാനും 2019 ജപ്പാൻ ഇതേപോലെ ഒരു റിസർച്ച് നടത്തിയായിരുന്നു. അതിനകത്ത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സംശയം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഒരു ഡീപ് സീ ക്രീച്ചേഴ്സിനെ കണ്ടതിനെ തൊട്ടടുത്ത് തന്നെ ഇതേപോലുള്ള എർത്ത് ക്യൂക്കും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? അതും ചെറിയ രീതിയിൽ പോകുന്ന എർത്ത് ക്യൂക്ക് അല്ല, ഒരു കൺട്രീനെ തന്നെ നശിപ്പിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഒരു സംഭവമാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്. നമ്മുടെ ഓഷ്യൻസിന്റെ ഏകദേശം 80% ഇപ്പോഴും നമ്മൾ ഡിസ്കവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഡീപ് സീൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ശരിക്കും നമുക്ക് ജസ്റ്റ് ഒരു ഊഹാപോഹങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്പേസിൽ ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരുപാട് തിയറീസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നില്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്കുള്ളിലുള്ള ഒരു സ്പേസ് ആണ് ശരിക്കും ഈ പറഞ്ഞ ഓഷ്യന്റെ ഡെപ്ത് എന്ന് പറയുന്നത്. നമ്മുടെ കൈവശമുള്ള ടെക്നോളജി അത്രയും ഡെവലപ്ഡ് ആവാത്തത് കൊണ്ട് മാത്രമാണ് നമ്മുടെ മനുഷ്യർക്ക് ഇതുവരെയായിട്ടും അത്രയും ഡെപ്തിൽ പോകാൻ കഴിയാത്തത്. പക്ഷെ എല്ലായ്പ്പോഴും ഈ മീൻ കടലിന്റെ അവിടെ വന്ന് കിടക്കുന്നത് കൊണ്ട് ഒരു ഭൂമിയിലൊക്കെ വരുന്നില്ല. അതായത് 2019 ജപ്പാനിൽ ഇതേപോലെ ഒരുപാട് മീൻ കടൽ തീരത്ത് ഇങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടെ യാതൊരു രീതിയിലുള്ള കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇതൊക്കെ ജസ്റ്റ് ഒരു തിയറി മാത്രമാണെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തൊരു വീഡിയോ മാത്രമായിരുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.